നമസ്തേ എവരിവൺ. ഇന്നത്തെ വിഷയം നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ ലെവല് ഉയരാനുള്ള പുരുഷന്മാരുടെ പ്രോബ്ലമാണ്. ആക്ച്വലി എൻ്റെ അത് ഒരുപാട് ക്ലാസ്സുകളിൽ ചോദിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നേരത്തെ തന്നെ പ്രോമിസ് ചെയ്തതാണ്. ഇപ്പോഴാണ് എനിക്കതിന് ടൈം കിട്ടിയത്. വിശദമായിട്ടത് റെഫർ ചെയ്ത് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഈ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഉത്തേജനത്തിൻ്റെ പ്രശ്നങ്ങളുള്ള ഏതാണ്ട് 40% ആൾക്കാർ ഉണ്ടെന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഒരു 50 വയസ്സ് 55 വയസ്സൊക്കെ കഴിയുന്ന ആൾക്കാർ ഏതാണ്ട് 60% വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഫുഡ് സപ്ലിമെൻറ്റിലെ ന്യൂട്രീഷൻ നമുക്ക് എന്തെല്ലാം എടുക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് ഭക്ഷണത്തിലേക്ക് പോകാം. നമുക്ക് എൽ വലൈൻ നമുക്കൊരു എസൻഷ്യൽ അമിനോ ആസിഡാണ്. ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൽ ഓർണിത്തൈൻ. ഞാനിത് പറയുമ്പം സ്പീഡ് കുറച്ചാണ് പറയുന്നതിൽ കാണിക്കുന്നുമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊക്കെ പറ്റും. ഇനി എൽ ടൈറോസിൻ, ഇതും നമുക്ക് ഈ ഒരു കാര്യത്തിന് വളരെ നല്ലതാണ്. ഇതൊന്നൊരു ഇതെല്ലാം ഫുഡ് സപ്ലിമെൻറ്റുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഒരുപാട് പഠനങ്ങൾ വന്ന് ഞാൻ ജേണൽസ് എല്ലാം നോക്കിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ എൽ ഫിനൈൽ അലാനൈൻ, അതും ഈ ഒരു നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് വളരെ, ഇത് ഒരു അമിനോ ആസിഡാണ്. അപ്പം നമുക്കിത് വളരെ പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എൽ ഗ്ലൈസിൻ നമുക്ക് അതും ഒരു അമിനോ ആസിഡാണ്. ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. മറ്റൊന്ന് നമുക്ക് മഗ്നീഷ്യം. അപ്പം മഗ്നീഷ്യം നമുക്ക് എല്ലാ ചെടികളിലും ഉണ്ട്, പക്ഷെ നമ്മൾ കഴിക്കുന്നതിൽ സഫീഷ്യൻ്റായിട്ട് വരുന്നില്ല. മഗ്നീഷ്യം സപ്ലിമെൻറ്റ് സാധാരണ രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് എൽ അർജിനൈൻ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് ലോകം മുഴുവനും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രീകഴ്സറാണ്. അപ്പം അത് നമ്മുടെ ബോഡിയിൽ വരണം, ഫുഡിലൂടെ നമുക്ക് വരണം. ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ സപ്ലിമെൻറ്റ് എടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ എൽ സിട്രുലിൻ, അത് ഈ പറഞ്ഞതുപോലെ ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ടും ഓവറോൾ ഹെൽത്തിനായിട്ടും. അപ്പോൾ 2011 ഒരു യൂറോളജിയുടെ ഒരു ജേണലിനകത്താണ് ഇതിനെക്കുറിച്ച് വളരെ വിപുലമായിട്ട് ഉള്ളൊരു പഠന റിപ്പോർട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ എൽ കാർണിറ്റൈഡ് ഇത് കാണിക്കുന്നത് 2003 ഫെർട്ടിലിറ്റി ആൻഡ് സ്റ്റെറിലിറ്റി എന്ന് പറയുന്ന ഒരു ജേണലിനകത്താണ് കാണിക്കുന്നത്. പിന്നെ ലൈക്കോപൈന് നമുക്ക് സപ്ലിമെൻ്റായിട്ട് നമുക്ക് കിട്ടും. പ്രോസ്ട്രേറ്റ് ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമുക്ക് കോ എൻസൈം Q10. അപ്പോൾ ഇതൊരു മിറ്റോകോൺട്രിയൽ ഫങ്ഷന് വേണ്ടിയിട്ട് നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. അപ്പം അതിൻ്റെ കുറവും കൊണ്ട് നമുക്ക് വരാം. പിന്നെ അതുപോലെ തന്നെ മുക്കുന പ്രൊനൈൻസ്, അപ്പോൾ ഇതിൻ്റെ ഒരു കുറവും വേണേൽ നമ്മളെ ബാധിക്കാം. അപ്പോൾ ഡോപാമിൻ ലെവലൊക്കെ നമുക്ക് വളരെ താഴേക്ക് പോകും. അപ്പോൾ അതും 2013 ഫെർട്ടിലിറ്റി ആൻഡ് സ്റ്റെറിലിറ്റി എന്ന് പറയുന്ന ജേണലിനകത്ത് കണ്ടതാണ്. ഇനി കോഡിസെപ്സ്, അത് ആക്ച്വലി ഒരു ഫംഗസിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഈ ഒരു കഴിവ് കുറഞ്ഞു പോകുന്നവരെ സംബന്ധിച്ച് വർദ്ധിപ്പിക്കാനായിട്ട് ഫുഡ് സപ്ലിമെൻ്റായിട്ട് ഇറക്കുന്നുണ്ട്. ഇനി ഇതിപ്പം നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ US-ലും കാനഡയിലും ഒക്കെ ആണെങ്കിൽ, ഇല്ലെങ്കിൽ യൂറോപ്പിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഓവർ ദ കൗണ്ടർ ഇത് കിട്ടും. പക്ഷേ ഇവിടെയാണെങ്കിൽ ഇന്ത്യയിൽ ഇത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ലൈഫ് ലൈൻ്റെ തന്നെ സ്റ്റുഡൻസ് തുടങ്ങിയിട്ടുള്ള സെൻറ്ററുണ്ട് കോഴിക്കോട്. അവിടെ ഇപ്പം ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞ് ഞാനിതിൽ പറഞ്ഞൊരു ബോധവൽക്കരണം തന്നു എന്നും പറഞ്ഞ് അവിടുത്തെ ഡോക്ടറോട് പറഞ്ഞാൽ അതേ രീതി തരുമല്ല. ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ നമ്മുടെ ചില അവസ്ഥകൾ ഇന്നത് കഴിക്കാം ഇന്ന് കഴിക്കരുതെന്ന്
ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ഫെലോഷിപ്പ് എടുത്തിട്ടുള്ള ഡോക്ടർമാർക്ക് കൃത്യം പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഒരു സേവനം കൂടെ എടുത്തിട്ട് നിങ്ങൾ നിർണ്ണയിക്കുകയാണെങ്കിൽ, നമുക്ക് ഏത് ഒരു ഹെൽത്തിന് സപ്ലിമെൻ്റ് എടുക്കുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറുടെ ഒപ്പീനിയനും കൂടെ എടുത്തതിന് ശേഷം ചെയ്യുമായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതുപോലെ എൽ ഐസോലുക്കിസിൻ, അപ്പം ഇതും ഈ പറഞ്ഞതുപോലെ നമുക്ക് മസിൽ ഫങ്ഷൻസിനും ഓവറോൾ ഹെൽത്തിനും വളരെ അത്യാവശ്യമാണ്. എൽ ലുക്കിസിന് നമുക്കൊരു എസെൻഷ്യൽ അമിനോ ആസിഡ് കൂടിയാണ്. അപ്പം മസിൽ ഹെൽത്തിന് വേണ്ടിയിട്ട് അത് വളരെ അത്യാവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് എൽ ഗ്ലൂട്ടാമൈൻ. അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അമിനോ ആസിഡാണ്. അപ്പോൾ അത് നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. ഇനി എഗ് ഡി സ്റ്റിറോയിഡ്സ്, അതും ഈ പറഞ്ഞതുപോലെ കോമ്പൗണ്ടാണ്. അതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം നമ്മൾ എടുക്കേണ്ടത്. നമുക്കൊരു ഒരു ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടൊരു അവയർനെസ് പ്രോഗ്രാമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇല്ല ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവയർനെസ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ. പിന്നെ ഈ കേരളത്തിലെ എല്ലാ ജില്ലയിലും എല്ലാ സ്ഥലത്തും ഇത് പറയാവുന്ന ഡോക്ടർമാരെ നമുക്ക് കിട്ടാനായിട്ട് പാടാണ്. അപ്പോൾ ഇതിൽ തന്നെ കാണുന്ന നമ്പറിൽ, ഞാൻ നമ്പറൂടെ കൊടുക്കാം, അതിൽ കാണുന്ന നമ്പറെ വിളിച്ചിട്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറുടെ നിർദ്ദേശം എന്തായാലും നിങ്ങൾ കോഴിക്കോടുള്ള നമ്മുടെ സെൻറ്ററിൽ നോക്കുക. അതല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിങ്ങളെല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ന്യൂട്രീഷ്യൻ തെറാപ്പിയുടെ സെൻറ്ററുകൾ മറ്റ് ജില്ലകളിലും കൊണ്ടുവരാവുന്നതാണ്. ശ്രമിച്ചു നോക്കാം. എന്നാൽ പറ്റുന്ന സഹായം ഞാൻ ചെയ്യാം. ഓക്കെ. അതുപോലെ എൽ ട്രിപ്റ്റോഫാൻ, അപ്പം അതും ഒരു അമിനോ ആസിഡാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ മൂഡ്, ഓവറോൾ ഹെൽത്ത് ഇതിനൊക്കെ നിലനിർത്താനായിട്ട് വളരെ അത്യാവശ്യമാണ്. മാംഗനീസ്, അപ്പോൾ അതൊരു ട്രേസ് മിനറലാണ്. അപ്പോൾ ഓവറോൾ ഹെൽത്തിന് വളരെ അത്യാവശ്യമാണ്. കോപ്പർ, അപ്പം കോപ്പർ നമുക്ക് കുറവുണ്ടോ എന്ന് എല്ലാ സ്ഥലത്തും ടെസ്റ്റ് ചെയ്ത് കിട്ടില്ല, എല്ലാ ലാബിലും ചെയ്ത് കിട്ടില്ല. പക്ഷേ എനിവേ അവിടുത്തെ ഡോക്ടറുമായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അയോഡിൻ, അപ്പം അത് നമുക്ക് തൈറോയ്ഡ് ഫങ്ഷൻ നിങ്ങൾക്ക് അറിയാവുന്ന, അത് ജനറലി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ എൽ ആസ്പെരാജിൻ, അപ്പം അത് നമുക്ക് അതിൻ്റെ സപ്ലിമെൻ്റ് കിട്ടും. ഇനി അതുപോലെ തന്നെ സെലീനിയം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പേം പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട്, വളരെ ടെസ്റ്റോസ്റ്ററോൺ മെറ്റബോളിസത്തിനൊക്കെ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടത് സിങ്കിൻ്റെ കുറവ് വരുന്നത് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അതിനെക്കുറിച്ച്. അതുപോലെ തന്നെ ക്രിസിൻ, അപ്പോൾ അതൊരു ഫ്ലേവനോയിഡാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ തന്നെ ബോഡിയിലുള്ള ഈസ്ട്രജൻ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യാനും ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യാനും പറ്റുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നാണ് ഡി ആസ്പാർട്ടിക് ആസിഡ്. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ ലെവലിനെ ഇൻഡിവിജ്വലിൽ ഉയർത്താനായിട്ട് വളരെ അത്യാവശ്യമാണ്. പിന്നെ മറ്റൊന്നാണ് വൈറ്റമിൻ B6. അപ്പോൾ നമുക്ക് ഹോർമോൺ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഓവറോൾ ഹെൽത്തിനും എനർജിക്കൊക്കെ അത് സപ്പോർട്ടീവായിട്ട് വേണം. പിന്നെ മറ്റൊന്നാണ് വൈറ്റമിൻ D3 ഒക്കെ കുറവ് വരുമ്പം ഡിപ്രഷനൊക്കെ വരുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒത്തിരി വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ടെസ്റ്റോസ്റ്ററോൺ സിന്തസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ D വേണം. അടുത്ത കാലത്താണ് ഈ ബോറോൺ എന്ന് പറയുന്ന ഇതിൻ്റെ ഭാഗം നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷനിലും മെറ്റബോളിസത്തിലും ഉള്ള ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നത്. പിന്നെ മറ്റൊന്നാണ് നമുക്ക് omega-3 ഫാറ്റി ആസിഡ്സ്. അതെന്തായാലും നമുക്ക് വേറെ ദോഷമൊന്നും വരാൻ പോകുന്നില്ല. രാവിലെയും വൈകിട്ടും നമുക്കത് സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കുന്നത് നല്ലതാണ്, വളരെ നല്ലതാണ്. പിന്നെ പൊട്ടാസ്യം, അപ്പോൾ എസെൻഷ്യൽ മിനറലാണ്. അപ്പോൾ ബോഡി ഫങ്ഷൻസിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ഇതുള്ള, അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ മോളിൽ പറഞ്ഞ സംഭവങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ വയാഗ്ര കഴിക്കുന്ന പോലെ ഇന്ന് കഴിച്ചിട്ട് നാളെ, അല്ലെങ്കിൽ ഇന്ന് കഴിച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു ഇഫക്റ്റ് അല്ല. മേ ബി ഒരു 2 months 3 months കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് സപ്പോർട്ട് കിട്ടും. അത് ഡോക്ടറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് യു വിൽ ഗെറ്റ് ദ സപ്പോർട്ട്. അപ്പം നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ US കാനഡയിലോ യൂറോപ്പിലോ ഉള്ളവരാണെങ്കിൽ അവിടെ ന്യൂട്രീഷൻ ഷോപ്പിയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ന്യൂട്രീഷനിസ്റ്റ് പോലല്ല. അപ്പോൾ ഈ ന്യൂട്രീഷൻ തെറാപ്പിക്കുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ അത് എടുത്തിട്ട് വെച്ചിട്ട് പറയും ഇത് ഇത്ര ഡോസേജ് വെച്ചിട്ട് നമ്മൾ ഇത്ര ദിവസം കഴിച്ചാൽ മതി, നമ്മുടെ ഈ പ്രശ്നം മാറി കിട്ടും. അപ്പോൾ ഓൾവേസ് നിങ്ങൾക്കത്
പിന്നെ നേരിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഓവർ ദ കൗണ്ടർ കിട്ടുന്നത്. പക്ഷേ നിർദ്ദേശം വെച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. ചുമ്മാ നമ്മൾ ഇന്നത് ഇത് കണ്ടിട്ട് ഇന്നത് തരാൻ പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് കഴിക്കരുത്. വാങ്ങിക്കുന്ന അവിടെ നിന്ന് തന്നെ അത് ഒരു സർവീസും കൂടെ കൂട്ടി അവിടെ കൊടുക്കുന്നത്. ചെറിയ ടൗൺസിൽ പോലും ഉണ്ട്. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ടൗൺസിൽ പോലും ഈ സർവീസും ഈ പ്രൊഫഷണൽസും ആ കടയുടെ കൂടെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് അവിടെ നിങ്ങൾ കാണുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ ഇങ്ങനൊരു അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനെക്കുറിച്ചുള്ള മനസ്സിലാക്കിയിട്ട് എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻറ്റർ പിന്നെ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അത് നിങ്ങൾക്കും ഉപയോഗിക്കാം. ഇപ്പം എല്ലാ വർക്കിംഗ് ഡേയ്സിലും വർക്കിംഗ് ടൈമിൽ തന്നെ അവിടെ ഉണ്ടത്. ഓക്കെ, ഹൈലൈറ്റ് മാളിൽ തന്നെയാണ് കോഴിക്കോട്. യു ക്യാൻ മേക്ക് എ ട്രൈ. അപ്പോൾ അടുത്തത് നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ, അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഭക്ഷണം ഇന്ന് കഴിച്ചിട്ട് നാളെ മറ്റന്നാൾ അങ്ങനെയല്ല, സ്ലോലി അത് മേക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് യു ക്യാൻ മേക്ക് എ ട്രൈ. എഗ്ഗ് നമ്മൾ കഴിക്കുമ്പോഴെപ്പോഴും ഒരു 2 എഗ്ഗ് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ദിവസം. 2 എഗ്ഗ് ധൈര്യമായിട്ട് നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വളരെ സഹായിക്കും അത്. ഓക്കെ, അപ്പം 2 എഗ്ഗ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇത് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഫോബിയയ്ക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. കാരണം ഈ യെല്ലോ യോക്കിൽ നമുക്ക് വളരെ വളരെ അത്യാവശ്യമുള്ള ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. മറ്റൊന്ന് നമുക്ക് ഓയിസ്റ്റേഴ്സ്, കല്ലുമേക്കയൊക്കെ പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അതിനകത്തൊക്കെ ഉണ്ട്. ക്ലാംസ് എന്ന് പറയും, പൊതുവേ അതിന് സിങ്ക് വളരെ കൂടുതലാണ്. നമ്മുടെ ഈ കല്ലുമേക്ക പോലുള്ള അതിൻ്റെ വെറൈറ്റീസ് അതൊക്കെ അത് വളരെ ഉള്ളതാണ്. കാഷ്യൂ വളരെ ഹെൽത്തി ഫാറ്റാണ് അതിനകത്ത്. ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷന് വളരെ നല്ലതാണ്. ഗ്രീക്ക് യോഗട്ട് അപ്പോൾ കാൽഷ്യത്തിന് നല്ലതാണ്. പ്രൊബയോട്ടിക്കും ഉണ്ട് അതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ സ്കിം മിൽക്ക് വളരെ നല്ലതാണ്. ഷ്രിമ്പ് വളരെ നല്ലതാണ്. ഇതെല്ലാം മോഡറേറ്റ് ആയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു കൊടുത്തത്. ലാമ്പ്, നമ്മുടെ ഇവിടുത്തെ മട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രോട്ടീനും ടെസ്റ്റോസ്റ്ററോണും ഉള്ളത്. ഹെം സീഡ്, ചണത്തിൻ്റെ വിത്താണിത്. അപ്പോൾ ഇവിടെ കിട്ടാനുണ്ട്, അത് വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഹെൽത്തി ഫാറ്റും പ്രോട്ടീനും അതിൻ്റെ ധാരാളമുണ്ട്. അതുപോലെ തന്നെ പിസ്ത ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഇറാനിലൊക്കെയാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അതിപ്പോൾ ഇവിടെ ധാരാളം കിട്ടാനുണ്ട്. വറുത്ത് വരുന്നതൊക്കെ ആയിട്ട് നമുക്ക് നേരിട്ട് കഴിക്കാവുന്നത്. പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ ധാരാളമുണ്ട്. അതുപോലെ ആൽമണ്ട് ബട്ടർ, ആൽമണ്ടിൽ നിന്ന് എടുക്കുന്ന ബട്ടർ, ആൽമണ്ട് മിൽക്കും ഒക്കെ കിട്ടും. എനിക്കിവിടെ കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ US ആൽമണ്ട് മിൽക്ക് നമുക്ക് ധാരാളമായിട്ട് കിട്ടും. പീനട്ട് ബട്ടർ വളരെ നല്ലതാണ്. അപ്പോൾ ഹെൽത്തി ഫാറ്റും പ്രോട്ടീനും അതിനകത്ത്. പീനട്ട് അല്ലേ തന്നെ നമുക്കൊരു 40 ഗ്രാം വരെ ഡെയിലി കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതുപോലെ തന്നെ മക്കഡാമിയ നട്ട്സ്, അത് നമുക്ക് വളരെ നല്ലതാണ്. പീനട്ട് ഞാൻ പറഞ്ഞു. അതുപോലെ ടർക്കിക്കകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സെലീനിയം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ട്രിപ്റ്റോഫാൻ അതുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 2 കാര്യം ഉള്ളത് കൊണ്ട് നല്ലതാണ്. സൺഫ്ലവർ സീഡ്സ് നല്ലതാണ് നമുക്ക്. ബ്രസീൽ നട്ട്സ് സെലീനിയം ഉള്ളത് കൊണ്ട് തന്നെ നല്ലതാണ്. ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ നല്ലതാണ്. അയൺ നമുക്ക് കിട്ടാനായിട്ട് പറ്റുക. പിന്നെ വളരെ നല്ലതാണ്. സാൽമൺ നമ്മൾ ഒമേഗ ഫാറ്റി ആസിഡിൻ്റെ ആവശ്യം വരുന്നത് കൊണ്ട് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ അത് നല്ലതാണ്. ടർമറിക്ക്, കുർക്കുമിൻ വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ നമുക്ക് ഈ മാക്കറൽ, നമ്മുടെ അയല ഉണ്ടല്ലോ, ഒമേഗ 3 ഉണ്ട് അതിനകത്ത്. ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷന് വളരെ നല്ലതാണ്. ആക്ച്വലി നമ്മൾ ഈ ഫിഷ് കേരളത്തിൽ കഴിക്കുമ്പോൾ വലിയ മീനുകളാണ് നമ്മൾ പലപ്പോഴും, പക്ഷേ നമുക്ക് ശരീരത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെറിയ മീനുകളാണ്, അയല, മത്തിയൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഗ്രാസ് ഫെഡ് മീറ്റ്, അപ്പം എന്താണ് ബീഫാണെങ്കിലും അതല്ലെങ്കിൽ ആടാണെങ്കിലും ഗ്രാസ് ഫെഡ് ആൻറ്റി ഓക്സിഡൻറ്റ് ഒമേഗ 3 ഒക്കെ അതിനകത്തുണ്ടാവും. വാൾനട്ട് വളരെ പ്രധാനമാണ് ഓവറോൾ ഹെൽത്തിനും. ചിയ സീഡ്സ് വളരെ പ്രയോജനം പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഒമേഗ 3 ഉണ്ട് അതിനകത്ത്. പംകിൻ സീഡ്സ് നമ്മളത് നേരത്തെ പണ്ടൊക്കെ ഇവിടെ സുലഭമുണ്ടായിരുന്നുകൊണ്ട് നമ്മളത് കഴിക്കത്തില്ല. മഗ്നീഷ്യം നല്ല തോതിലുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ വളരെ നല്ലതാണിത്. ആൽമണ്ട്സ് ഓക്കെ, അപ്പോൾ അത് ഹെൽത്തി ഫാറ്റും മഗ്നീഷ്യവും അതിനകത്ത് നല്ലപോലെ ഉണ്ട്. സ്പിനാഷ്, നമ്മൾ ചീര കഴിക്കുന്നത് കൂട്ടണം. ചീരയ്ക്ക് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. പിന്നെ സ്ഥിരമായി കഴിക്കാൻ പറ്റുന്നുണ്ട് സാർഡൈൻ എന്ന് പറയുന്നത് നമ്മുടെ മത്തി, ചാള എന്നൊക്കെ പറയുന്ന സംഭവം. ശരിക്കും പറഞ്ഞാൽ അത് വറുത്ത് കഴിക്കുന്നതിലല്ല, നമ്മൾ കറി വെച്ച് കഴിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് കിട്ടുന്നത്. ചില മാനസിക അസുഖങ്ങൾക്ക് പോലും
ഡിപ്രഷൻ മുതലായ അസുഖങ്ങൾക്ക് പോലും ഇത് വളരെ ഉപകാരപ്രദമാകും. കഴിയുന്നത്ര ചാളകം നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇവിടെ കേരളത്തിൽ അധികം വിലയില്ല, ചില സീസണിലേ കിട്ടുന്നുള്ളൂ. ബട്ട് റിയലി ഗുഡ്. വൈറ്റമിൻ ഡി അതിനകത്തുണ്ട്. അപ്പോൾ ഡിയുടെ കുറവ് വരുമ്പോൾ ഉണ്ടാകുന്ന ഡിപ്രഷനും അത് വളരെ നല്ലതാണ്. പിന്നെ ഫ്ലാക്സ് സീഡ് ഓയിൽ, അതിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ കിട്ടുമല്ലോ, ക്യാപ്സൂൾസ് ഒക്കെ കിട്ടും. അവക്കാഡോ, വൈറ്റമിൻ കെയും ഉണ്ട് അതിനകത്ത്. ആസ്പെറാഗസ്, ശതാവരി, വൈറ്റമിൻ കെ ഉണ്ട് അതിനകത്ത്. പിന്നെ ഹാത്തോൺ ബെറി, ഇവിടെ അധികം അങ്ങനെയില്ല, ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഗൾഫിലൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഗൾഫിലുള്ളവർ കാണുന്നുമുണ്ട്. ഒലിവ് ഓയിൽ വളരെ നല്ലതാണ്. അപ്പം നമുക്ക് ആക്ച്വലി നമ്മൾ ഈ നമ്മൾ ഉപയോഗിക്കുമ്പം omega-3 omega-6 1:1 എന്ന് പറഞ്ഞ് കഴിക്കണം. omega-6 കൂടിപ്പോകുന്നതാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിലെല്ലാം പ്രധാന കാരണം. omega-6 കൂടരുത്. omega-6 omega-3 1:1 കഴിക്കണം. അതുപോലെ കോക്കനട്ട് ഓയിൽ, തിളപ്പിക്കാത്ത കോക്കനട്ട് ഓയിൽ വളരെ നല്ലതാണ് ഹെൽത്തിന്. ഓക്കെ, അപ്പം ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷനും കോക്കനട്ട് ഓയിൽ വളരെ നല്ലതാണ്. അത് ചിരണ്ടിയിട്ട തേങ്ങ, കൊത്തിയിട്ട തേങ്ങയൊക്കെ നമുക്ക് വളരെ നല്ലതാണ്. ഹേസൽ നട്ട്സ് വളരെ നല്ലതാണ്. വൈറ്റമിൻ ഇ ഉണ്ട് അതിനകത്ത്, ഹെൽത്തി ഫാറ്റ് ഉണ്ട്. വൈറ്റമിൻ സി വളരെ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഓവറോൾ ഹെൽത്തിന് നല്ലതാണ്. ചെസ്റ്റ്നട്ട്സ് വളരെ നല്ലതാണ്, വൈറ്റമിൻ സി ഉണ്ട് അതിനകത്ത്. പിന്നെ ഈ റെഡ് ബെൽ പെപ്പേഴ്സ് അത് പറയുന്നത് ക്യാപ്സിക്കമാണ് പൊതുവെ ഇങ്ങനെ പറയുന്നത്, പക്ഷേ അല്ല, നമ്മുടെ പച്ചമുളക്, പഴുത്ത മുളക്, ഇതൊക്കെ നല്ലതാണ്. ഗ്രീൻ ബെൽ പെപ്പർ, പച്ചമുളക്, അതും ക്യാപ്സിക്കം അതിനകത്ത് വരും. യെല്ലോ ബെൽ പെപ്പേഴ്സ്, അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്യാപ്സിക്കമാണ്. ഓക്കെ, സ്ട്രോബെറീസ് വളരെ നല്ലതാണ്, ആൻറ്റി ഓക്സിഡൻറ്റുമാണ്, വൈറ്റമിൻ സിയും ഉണ്ട്. ഓറഞ്ചസ് നല്ലതാണ്, ലെമൺസ് വളരെ നല്ലതാണ്, ആൻറ്റി ഓക്സിഡൻറ്റ്. ലൈം വളരെ നല്ലതാണ്, കിവി നല്ലതാണ്. ക്രാൻബെറീസ് വളരെ നല്ലതാണ്, ക്രാൻബെറി ജ്യൂസായിട്ട് കഴിക്കുന്നത്. വൈറ്റമിൻ സി ഉണ്ടാകും. ഡാർക്ക് ചോക്ലേറ്റ്, അതിനകത്ത് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ അധികം മധുരമില്ലാതെ, ഇപ്പോൾ ഈ ഡയബറ്റിക് വലിയൊരു പ്രോബ്ലം ആണല്ലോ, അപ്പോൾ ഈ അധികം മധുരമില്ലാതെ ഡാർക്ക് ചോക്ലേറ്റ് വളരെ കുറച്ച് മാത്രം മധുരമുള്ളത് കിട്ടും. അല്ലെങ്കിൽ ഷുഗർ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് കിട്ടും. അത് നമുക്ക് ഇടയ്ക്ക് കഴിക്കുന്നത്, ഭക്ഷണത്തിന് ശേഷമൊക്കെ അല്പം കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ കെയിൽ, അതിൻ്റെ ലീഫുകൾ നമ്മൾ കിട്ടുന്നത്. ബട്ടർനട്ട് സ്ക്വാഷ് നല്ലതാണ്. ബ്രസൽ സ്പ്രൗട്ട്സ് നല്ലതാണ്. ആൻഡ് റാസ്ബെറീസ് വളരെ നല്ലതാണ്. എല്ലാ ബെറിയും, ബ്ലാക്ക് ബെറീസ് വളരെ നല്ലതാണ്. മസ്റ്റാർഡ് ഗ്രീന്, കടുകിൻ്റെ ഇലകളൊക്കെ ഇവിടെ എനിക്ക് കേരളത്തിൽ അത്രമാത്രം കിട്ടാനുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ മറ്റു സ്ഥലത്ത് കിട്ടും. അത് ക്യാബേജ് വളരെ നല്ലതാണ്, ന്യൂട്രിയൻസ് മാത്രമല്ല ഫൈബറും ഉണ്ട്. ഫിഗ് വളരെ നല്ലതാണ്, അത് മിനറൽസ് ഒത്തിരി അതിനകത്തുണ്ട്. കോളിഫ്ലവർ വളരെ നല്ലതാണ്. സ്വീറ്റ് പൊട്ടേറ്റോ, നമ്മുടെ മധുരക്കിഴങ്ങ്, ഒത്തിരി വൈറ്റമിൻസ് അതിനകത്തുണ്ട്, വൈറ്റമിൻ്റെ കലവറ തന്നെയാണ്. ഫൈബറുണ്ട്, കപ്പ കഴിക്കുന്ന കഴിഞ്ഞൊക്കെ വളരെ മെച്ചപ്പെട്ടതാണ്. എഗ് പ്ലാന്റ് ഒക്കെ വളരെ നല്ലതാണ്, മിനറൽസും വൈറ്റമിൻസും ഫൈബറും എല്ലാം ഉണ്ട്. ഗ്രേപ്പ് ഫ്രൂട്ട്സ്, ഗ്രേപ്പ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഗ്രേപ്പ് അല്ല, ഗ്രേപ്പും ഗ്രേപ്പ് ഫ്രൂട്ട്സും രണ്ടും രണ്ടാണ്. ഗ്രേപ്പ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മളെന്താണ് മാതള നാരകമല്ല, നമ്മൾ വലിയ നാരങ്ങ ഉണ്ടല്ലോ, അകത്ത് നമ്മൾ ചുമന്ന കളറിലൊക്കെ ഇരിക്കുന്നത്, അതാണ്. അത് വളരെ ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ സിയും ഒക്കെ ഉള്ള വളരെ വളരെ നല്ല, വളരെ വലിയ നാരങ്ങ. പിന്നെ മാംഗോ വളരെ നല്ലതാണ്. ടൊമാറ്റോയ്ക്കകത്ത് നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻസും. ബ്ലൂബെറീസ് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളത് പോമോഗ്രാനൈറ്റ്, മാതള നാരങ്ങ, ആൻറ്റി ഓക്സിഡൻറ്റും ഉണ്ട്, വൈറ്റമിൻസും ഉണ്ട്, നല്ല ഇതാണ്. സെലറി നല്ലതാണ്, വളരെ നല്ലതാണ്. സിനമൻ നമുക്ക് പിന്നെ കേരളത്തിൽ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്യാരറ്റ് മോഡറേറ്റ് ആയിട്ട് കഴിക്കണത്. അതുപോലെ ചെറി ആൻറ്റി ഓക്സിഡൻറ്റും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ജിഞ്ചർ മോഡറേറ്റ് ആയിട്ടാണ് കഴിക്കേണ്ടത്. ബനാന പൊട്ടാസ്യം കൂടുതലുണ്ടെന്നുള്ളതാണ്. ഓക്കെ, പൈനാപ്പിൾ, അപ്പോൾ ഞാൻ പൈനാപ്പിളിനെ കുറിച്ച് മാത്രമായിട്ട്, കാരണം അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കണ്ടിട്ട് എനിക്ക് അത്രയും മോട്ടിവേഷൻ തോന്നിയിട്ട് ഞാൻ അതിനുവേണ്ടി മാത്രം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പപ്പായ ഇതുപോലെ അതിനു വേണ്ടി മാത്രം വീഡിയോ ചെയ്തിട്ടുണ്ട്. വാട്ടർമെലൻ, ആക്ച്വലി വാട്ടർമെലൻ മാത്രം എല്ലാ ദിവസവും കഴിക്കാനായിട്ട്, ഈ 3 പഴങ്ങൾ, ഇപ്പോൾ പറഞ്ഞ 3 പഴങ്ങൾ എല്ലാ ദിവസത്തെ ഫുഡിൽ ഉൾപ്പെടുത്തുന്ന. അതുപോലെ തന്നെ ഹണിഡ്യൂ മെലൻ നല്ലതാണ്. ഡേറ്റ്സ് മോഡറേറ്റ് ആയിട്ട് നല്ല ഇതാണ്. റൈസിൻസ്, നമ്മൾ ഈ ഉണങ്ങിയ മുന്തിരിങ്ങ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നത്. വൈറ്റ് ടീ
കഴിക്കും. ഗ്രീൻ ടീ പോലെ തന്നെ വൈറ്റ് ടീ ആൻറ്റി ഓക്സിഡൻറ്റ് നല്ലതാണ്, ഓവറോൾ ഹെൽത്തിന് നല്ലതാണ്. ബ്ലാക്ക് ടീ ഓക്കെ നല്ലതാണ്. ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂട്ടാനായിട്ട് ബ്ലാക്ക് ടീ വളരെ നല്ലതാണ്. കോഫി ഇൻ മോഡറേഷൻ നല്ലതാണ് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂട്ടാനായിട്ട്, പക്ഷേ ഒരുപാട് കഫേൻ ആയി പോകരുത്. ഗാർലിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ആനിയൻസ്, നമ്മൾ സവാള, ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും എല്ലാം നല്ലതാണ്. കെയിൻ പെപ്പർ, നമ്മൾ കാന്താരി മുളകൊക്കെ ഉണ്ടല്ലോ, ഒക്കെ വളരെ നല്ലതാണ് മോഡറേറ്റ് ആയിട്ട്. ഫെനുഗ്രീക്ക്, ഉലുവ നല്ലതാണ് നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ചിക്കൻ ബ്രസ്റ്റ് വളരെ നല്ലതാണ്. ബ്രൊക്കോളി നല്ലതാണ്, വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് പറഞ്ഞു, നിങ്ങൾക്കത് റിവേഴ്സ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന സംഭവങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ കൂട്ടിപ്പോകാം. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും, നമുക്ക് നമ്മുടെ രക്തക്കുഴലുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ജനനേന്ദ്രിയത്തിലേക്കുള്ള രക്തക്കുഴലുകൾ വളരെ ചുരുങ്ങി പോവുകയോ അതിൽ ബ്ലോക്കുകൾ വരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് അതിന് വേണ്ടിയിട്ട് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് അതിപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുകയും മറ്റു മരുന്നുകളും നമ്മൾ എടുക്കേണ്ടതുണ്ട്, വളരെ ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാവാം നമ്മുടെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്കുള്ള ഈ പെട്ടത്ത് ഉള്ള മരുന്നൊന്നും വാങ്ങിച്ച് കഴിച്ചിട്ട് വലിയ പ്രയോജനം വരില്ല. പക്ഷേ ഈ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ പോവുകയാണെങ്കിൽ, ഈ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുകയും ആദ്യം പറഞ്ഞ ന്യൂട്രീഷനിലൊക്കെ പോവുകയാണെങ്കിൽ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എക്സസൈസ് വളരെ പ്രധാനമാണ്. എല്ലാ ദിവസവും നല്ലതുപോലെ നല്ല അണയ്ക്കുന്ന വരത്തേക്ക് ഒരു 1/4 മണിക്കൂർ നല്ലതുപോലെ കീഗൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അത് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസമൊന്നും ഉള്ളതല്ല, നന്നായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ബെഡിൽ വെച്ച് പോലും ഒത്തിരി ചെയ്യാവുന്നതാണ്. അപ്പോൾ കീഗൽ എക്സസൈസും ചെയ്ത്, അല്ലാതെ ഒരു 3/4 മണിക്കൂർ എക്സസൈസും ചെയ്ത്, വല്ലാതെ നമുക്ക് ചുരുങ്ങിപ്പോയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം, അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂറോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. പ്രത്യേകം ഓർക്കുക, യൂറോളജിസ്റ്റും ആൻഡ്രോളജിസ്റ്റും, ചില സ്ഥലങ്ങളിൽ ആൻഡ്രോളജിസ്റ്റ് എന്നൊരു പറഞ്ഞാൽ യൂറോളജിസ്റ്റാണ് പൊതുവെ, അവരെയാണ് കാണേണ്ടത്. അപ്പോൾ അവരത് വളരെ കൃത്യമായിട്ട് അത് നോക്കിയിട്ട് പറയും. അപ്പോൾ നമുക്ക് ഫിസിക്കലായിട്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ, നോക്കി ഡോക്ടർ പറയുകയാണ് ഫിസിക്കലായിട്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് പറയുവാണെങ്കിൽ, ഒരുപാട് കേസിൽ നമുക്ക് സൈക്കോളജിക്കലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന് ഉത്തേജനം വരുന്നത് ഇമേജിൽ നിന്നുമാണ്. അപ്പോൾ നമുക്ക് ഉത്തേജനം വരാൻ പറ്റിയ രീതിയിലുള്ള ഇണയുടെ അപ്പിയറൻസ് കുറവ് കൊണ്ടോ, ഇണ ഇറിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ടോ, ഇറിറ്റേഷൻ ഉണ്ടാകുന്ന മറ്റു കാര്യങ്ങൾ കൊണ്ടോ, ആങ്സൈറ്റി ഉള്ളത് കൊണ്ടൊക്കെ നമുക്കിത് വരാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വരുവാണെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജി, ഒത്തിരി കേസ് സൈക്കോളജി എന്നായിരിക്കും. അപ്പോൾ സൈക്കോളജിയുടെ കേസ് ഞാൻ വേറൊരു അവസരത്തിൽ ഞാനത് വിശദമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അതൊരു ലേണിംഗ് ആയിട്ട്, കാരണം അതിന് ഒരുപാട് കാര്യങ്ങൾ തെറാപ്പി അതിനകത്ത് ചെയ്യേണ്ടതുണ്ട്. 1 to 1 എന്ന് ചെയ്യാൻ ടൈം കിട്ടില്ല. പക്ഷേ ഇത് മതിയാകും. ഞാൻ സെക്സ് തെറാപ്പി തന്നെ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ലേണിങ്ങിനകത്തൊന്ന് ബൈ ചെയ്ത് ഉപയോഗിച്ചാൽ മതി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട. അപ്പോൾ ചിലപ്പോൾ, കാരണം എപ്പോഴും ഇമേജ് കണ്ട് പ്രവർത്തിച്ചാണ്. പിറ്റ്യൂട്ടറിയാണ് ഏറ്റവും വലിയ നമ്മളുടെ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറിയാണ്. പിറ്റ്യൂട്ടറി കമാൻഡ് കൊടുക്കുമ്പോഴാണ് ബ്ലഡ് ഫ്ലോ ജനനേന്ദ്രിയത്തിലേക്ക് ഇരച്ച് കയറി ലോക്കിൻ ചെയ്യുമ്പോഴത്തേക്കാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇറക്ഷൻ സംഭവിക്കുന്നത്. അപ്പം അവിടേക്ക് പോകാനുള്ള ബ്ലഡ് വെസൽസ് ചെറുതായി പോവുകയോ, അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് തിരിച്ച് ബ്ലഡ് പോകുന്ന അവിടെ ലോക്കിങ് നടക്കുന്നില്ലെങ്കിലോ, ഇതുകൊണ്ടൊക്കെ ആയിരിക്കും മെക്കാനിക്കലി. ഇല്ല നമുക്ക് ആ പിക്ചർ, കറക്റ്റായ ഇമേജ് നമുക്ക് ഉൾക്കൊണ്ട് മനസ്സിലിരുത്താൻ പറ്റാത്തത് കൊണ്ടോ, ഇല്ലെങ്കിൽ ആ ഇമേജിലൂടെ നമുക്ക് അട്രാക്ഷൻ തോന്നാത്തത് കൊണ്ടോ, ഇങ്ങനെയുള്ള അത് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയിരിക്കും. കുറച്ച് കേസസ് നമുക്ക് ഈ ഒരു സംഭവം കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുഡ് ഇതിലേക്ക് മാറാം, ഇതിലെന്തൊക്കെ പറ്റുമെന്നുള്ള ആ ഫുഡ്. അതുകൂടാതെ നിങ്ങൾക്ക് പിന്നെ ഇനി നിങ്ങൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് നോക്ക്, നിങ്ങൾ ഫുഡ് സപ്ലിമെൻറ്റ്സ് എടുത്ത് ആരോഗ്യം നേരെയാക്കി. അല്ലെങ്കിൽ നമുക്കിത് ഓവറോൾ ഹെൽത്തിനും മറ്റെല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞാൽ നമ്മൾ രോഗം മാറിപ്പോകുന്നതിനും, നമ്മളെ യങ്ങായിട്ട് തന്നെ നിർത്തിപ്പോകുന്നതിനൊക്കെ വളരെ നല്ല കാര്യങ്ങളും കൂടെ അതിൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ദിനചര്യ നോക്കുക. എന്നിട്ട് യൂറോളജിസ്റ്റ് എടുത്ത് നോക്കുക. യൂറോളജിസ്റ്റ് നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നും പറയുന്നില്ലെങ്കിൽ നമുക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയിരിക്കും. നമ്മൾ ചെറിയ ഇറിറ്റേഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഞാനപ്പോൾ എല്ലാ സന്ദർഭങ്ങളും അതിനകത്ത് സെക്സ് തെറാപ്പിക്കകത്ത് പറയുന്നുണ്ടാവും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് സ്വയം തന്നെ എടുത്ത് ശരിയാക്കാവുന്ന കാര്യമുള്ളൂ. നമ്മൾ ആങ്സൈറ്റി എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഒരുപാട് കേസസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ക്ലാസ്സിൽ വന്നിട്ടുള്ള ഒരുപാട് കേസസ് കല്യാണം കഴിച്ചിട്ട് 2, 3, 5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ശാരീരിക ബന്ധം പുലർത്താൻ പറ്റാത്ത ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഞാൻ അഡ്വൈസ് കൊടുത്തു വിട്ടതോടുകൂടി ആ പ്രശ്നം തീർന്നിട്ടുണ്ട്.
അപ്പം ഞാൻ എടുക്കുമ്പോൾ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് എൻ്റെ അപ്രോച്ച്. അപ്പം എനിക്ക് മാത്രം അറിവെന്ന് പറയുന്ന ഒരു നിർബന്ധമൊന്നുമില്ല. എൻ്റെ തന്നെ എന്താണ് നേരത്തെ ക്ലാസ്സിലൊക്കെ വന്നിട്ടുള്ള നല്ല ഡോക്ടേഴ്സുണ്ട്, ഞാൻ അവരെ കൂടെ ഏൽപ്പിക്കും. അപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഞാൻ സൈക്കോളജി പാർട്ടും ഈ ഒരു പ്രാക്ടിക്കൽ പാർട്ടും ഒക്കെ നോക്കുന്ന കൂടെ ഞാൻ ആ ഒരു മെഡിക്കൽ സൈഡ് കൂടെ നോക്കും. അപ്പം പലപ്പോഴും ഈ ആങ്സൈറ്റി ന്യൂറോസിസ് വന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് വന്നിട്ട് ആങ്സൈറ്റി കൂടിയിട്ട് വരുന്ന, അത് തെറ്റൊന്നുമല്ല, അത് നമുക്ക് ആ ഒരു നമ്മളാരും ഇതിൽ എക്സ്പേർട്ടായിട്ടല്ലല്ലോ ഒരു വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ ഉണ്ടാകാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മളത് രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഹെൽപ്പ് എടുക്കുക. അപ്പം ടെക്നിക്ക് ഓഫ് ആസ്കിങ്, അതൊക്കെ നമ്മൾ വേറെ ആരോടും ചോദിക്കേണ്ട, ഒറ്റ സ്വന്തക്കാരോടോ കൂട്ടുകാരോടോ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾക്ക് നേരെ യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയി ചോദിക്കാം, വളരെ കൃത്യമായിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മൾ യൂറോളജിസ്റ്റിൻ്റെ അടുത്തല്ല പോകുന്നത്, നിങ്ങൾ നേരെ ന്യൂട്രീഷ്യൻ തെറാപ്പിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ച് ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് അവിടുത്തെ ഡോക്ടറോട് വിവരം സംസാരിച്ച്, ഓൺലൈനിൽ തന്നെ തീരാവുന്ന കാര്യം മിക്കവാറും ഫോണിൽ കൂടെ തന്നെ സംസാരിച്ച് അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം പറയാനുള്ളതെല്ലാം തുറന്ന് പറയാം. സൂമിൽ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡോക്ടറെ കാണാം, ഫോണിൽ കൂടെ വേണമെങ്കിലും സംസാരിച്ച് നിങ്ങൾക്ക് തീർക്കാവുന്ന കാര്യങ്ങളെ വരുവുള്ളൂ. ഇനി അതല്ല, ക്ലാസ്സിൽ വരുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ സിവിയർ പ്രോബ്ലം ഉണ്ട്, ഞാൻ അപ്രോപ്രിയേറ്റ് ഡോക്ടറെ, ഇപ്പം ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള ഡോക്ടേഴ്സിനെ വേണമെങ്കിൽ പരിചയപ്പെടുത്തണമെങ്കിൽ അതുകൂടെ ഞാൻ പരിചയപ്പെടുത്തരാം. അത്രയും മാത്രമേ ഉള്ളൂ. ഇനി അതല്ല, നമുക്കൊരു സെക്സ് തെറാപ്പി വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലേണിങ്ങിനകത്തുണ്ടാകും, അതിൽ നിന്ന് എടുത്താൽ മതിയാവും. അപ്പോൾ എന്തായാലും ഇതിനകത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ നമുക്കൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സെക്സ് എഡ്യൂക്കേഷൻ. ഞാൻ എപ്പോഴും പറയുന്നൊരു 3 വയസ്സ് 4 വയസ്സിലൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ തുടങ്ങണം. ഒരു കുട്ടീനെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിലും ആ കുട്ടിക്ക് അറിയണമല്ലോ ഇത് മിസ്യൂസാണ് ചെയ്യുന്ന, ബാഡ് ടച്ച് ആണെന്നുള്ളത് കുട്ടി അറിയണമല്ലോ. അപ്പോൾ ആ കുട്ടിക്ക് ചേരുന്ന വൊക്കാബുലറി നമ്മൾ 3 വയസ്സിലും 4 വയസ്സിലും ഒക്കെ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ തുടങ്ങണം. അതുമുതൽ ഈ പറഞ്ഞ പോലെ റീപ്രൊഡക്റ്റീവിനെ കുറിച്ചൊക്കെ കുട്ടിയെ പഠിപ്പിച്ച് പതിയെ പഠിപ്പിച്ചു കൊണ്ടുവരണം. ഇത് സെക്സ് എഡ്യൂക്കേഷൻ, നമുക്ക് സെക്സ് എന്താണെന്ന് മനസ്സിലാക്കുന്ന അതിനെക്കുറിച്ചുള്ളത്. പക്ഷേ കല്യാണത്തിലേക്ക് വരുന്ന ആൾക്കാർ അവർ ഇൻ്റർനെറ്റിലൊക്കെ കാണിച്ചതിനെക്കുറിച്ച് ഒരുപാട് വായിച്ചും നമുക്ക് പറഞ്ഞു തരാനുള്ള ഇൻഫർമേഷൻ അവർക്ക് കാണും. പക്ഷേ അതല്ല, സെക്സ് പ്രോപ്പർലി ഉപയോഗിക്കാൻ വേണ്ട രീതി പഠിക്കാനായിട്ടൊരു എഡ്യൂക്കേഷനുണ്ട്. അപൂർവം ചില വീഡിയോസിലൊക്കെ വളരെ നല്ല ഡോക്ടേഴ്സ്, സെക്സോളജിസ്റ്റുകളൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ചില മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ, ചില യൂറോളജിസ്റ്റിൻ്റെയൊക്കെ ഇതിന് വേണ്ടി മാത്രമുള്ള ചാനലുണ്ട്. ഈ ഒരു കാര്യം മാത്രം സംസാരിക്കുന്ന ചാനലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വളരെ സഹായകരമാണ്. അപ്പം നമ്മൾ സെക്സ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച്, അതിനെക്കുറിച്ചുള്ളൊരു എഡ്യൂക്കേഷൻ്റെ കുറവ് നമുക്ക് ശരിക്കുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം എൻ്റെ സ്റ്റുഡൻസിൽ നിന്ന് ഞാൻ കണ്ടൊരു കാര്യം അതാണ്. അതിൻ്റെ അപര്യാപ്തത കൊണ്ട് നമ്മൾ വല്ലാതെ സഫർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് വരാതിരിക്കട്ടെ, ഇതിൻ്റെ പുറകെ നിങ്ങൾ ഈ ഒരു അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കണം. നല്ല ജീവിതം ഉണ്ടാകട്ടെ. ഓൾ ദ ബെസ്റ്റ്.